ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കുഞ്ചാക്കോബ നായകനായ ഓഫീസർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നലെ പടം കണ്ടു. ബി സിനിമാസ് വയലത്തൂർ. ഞങ്ങൾ 500 തിയേറ്റർ എന്ന് പറയാം. അടിപൊളി തിയേറ്റർ, അടിപൊളി ആംബിയൻസ്. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പടങ്ങളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പടം എന്ന് എനിക്ക് വളരെയധികം തോന്നിയിട്ടുള്ള ട്രെയിലറാണ് ഈ പടത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. പടത്തേക്ക് കിടക്കാം. ഓപ്പണിങ് ഷോട്ട് മുതൽ നമുക്ക് അറിയാം ഈ പടം ഫാസ്റ്റായിട്ട് പോകണം. നല്ല കട്ട എന്നുകൊണ്ട് കട്ട്സൊക്കെ അടിച്ചു പോകണ പടമാണ്. കുഞ്ചാക്കോബൻ വന്ന് നിന്ന് ഒരു സീൻ കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ എന്തിനാണ് ചിരയ്ക്കാൻ നിൽക്കണമെന്ന് പോലീസുകാരോട് പറഞ്ഞിട്ട് പോണൊരു സീനുണ്ട്. ആൾ വരുന്നത്, ആളുടെ ബൂട്ടിൻ്റെ സൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് ക്യാമറ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജേക്സ് വിജയ്, പിന്നെ ഇടയ്ക്ക് വരുന്ന പാട്ടുകളൊക്കെ അടിപൊളിയുണ്ട്. ഞാൻ വിട്ടു പോകണമെങ്കിൽ കുറച്ച് പോയിൻറ്റ്സൊക്കെ ഇതിലുണ്ട്, അത് പറഞ്ഞിട്ട് തുടങ്ങാം. 2.5 മണിക്കൂർ പടം അത്യാവശ്യം അടിപൊളിയായിട്ട് ഗ്രിപ്പിംഗ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് കട്ട്സൊക്കെ നല്ല കട്ടയെന്ന് കൊണ്ട് ചമ്മഞ്ചാക്കോ അടിച്ച് വിട്ടിട്ടുണ്ട്. സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല. മേക്കിങ്, അതായത് ഒരു കഥ കിട്ടി, ആ കഥ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അത് മേക്ക് ചെയ്യണ രീതിയിലുള്ളൂ. അത് ഈ പടത്തിൻ്റെ കുറച്ചും കൂടി നായാട്ട്, അതേപോലെ തന്നെ ജോസഫ്, ഇതിൻ്റെയൊക്കെ ഒരു പടിയിലെ മെയിൻ ഉയരത്തിൽ നിർത്താതിനെ സഹായിച്ചേക്കുന്നത് ഇതിൻ്റെ മേക്കിങ്ങാണ്. പിന്നെ ജേക്സ് വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമില്ലാണ്ട് കുറേ കുത്തിക്കയറ്റിയുള്ള പരിപാടിയൊന്നുമില്ല, ആവശ്യത്തിന് മാത്രം. ഇതിൽ എല്ലാവരും പറയുന്ന ഒരു മോർച്ചറിലെ ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീനിൽ അത് ഒറിജിനൽ ഹോസ്പിറ്റലായതുകൊണ്ടാണെന്ന് അറിയില്ല, പല സാധനങ്ങളും പൊട്ടിച്ചിട്ടില്ല. പക്ഷെ ആ സാധനം പൊട്ടണ സൗണ്ടാണ് വന്നിരുന്നു. ഞാൻ സിനിമ കാണുമ്പോൾ വൈഫിനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് 2 ആക്ഷനാണ് സിനിമയിലുള്ളത്. അതിലെ ഫസ്റ്റത്തെ ആക്ഷൻ ഒരു രക്ഷയില്ല. പിന്നെ നല്ല റേഞ്ച് പടങ്ങളിൽ തമിഴിലും മലയാളത്തിൽ ഇപ്പോൾ ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ നൈറ്റിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല നൈസ് ലൈറ്റിലും, പിന്നെ ഈ ജാതിക്കാത്തോട്ടല്ല റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോയിട്ടുള്ള ഫൈറ്റുകളുണ്ട്. രക്ഷയില്ല. നമ്മൾ ഈ പണി സിനിമ കണ്ട, ഞാൻ തിയേറ്ററിൽ നല്ല കണ്ടത് കേട്ടോ. അപ്പോൾ പലരും പണി സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ, വില്ലന്മാരെ അവൻ തീർക്കണം എന്ന് പറയുന്ന ഒരു മൈൻഡ് വോയിസ് നമ്മളുണ്ടല്ലോ, അതേപോലെ അവസാനം പിള്ളേരൊക്കെ നല്ല പട കൊടുക്കണം നമുക്ക് തോന്നുന്ന സീനൊക്കെ ഉണ്ട്. അതാണ് ഈ പടത്തിൻ്റെ വേറൊരു കാര്യം. ഇപ്പോൾ പിന്നെ വിശാഖ് നായർ, ഇതിൽ നമ്മൾ ട്രെയിലറിൽ കണ്ട കേസ് തന്നെ. അതൊന്നും ആദ്യം തന്നെ ട്രെയിലറിൽ തന്നെ നമുക്കറിയാം ആരൊക്കെ വില്ലത്. സസ്പെൻസും കാര്യങ്ങളൊന്നും പൊളിക്കണമെന്ന് രീതിയിലൊന്നുമല്ല. പിന്നെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ സിനിമ കണ്ടിട്ട് കണ്ടാൽ മതി. അപ്പോൾ വിശാഖ് നായർ അവൻ്റെ സ്റ്റൈലും കാര്യങ്ങളുണ്ട്. ഒരു പടി മുകളിലേക്കും ഒരു പടി താഴേക്കും അങ്ങനെ കയറ്റി ഇറക്കി കഴിയുന്നുണ്ട്, കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ എന്നെ അറിന്താൽ, വേട്ടയാട് വിളയാടിലൊക്കെ ആ ഒരു റേഞ്ച് മുതലൊക്കെ തമിഴ് പടത്തിൽ നായകനെ അടി കിട്ടി, നായകനെ എന്താ പറയുക കുത്തൊക്കെ കിട്ടി തുടങ്ങി. ആ സാധനമൊക്കെ റിയലിസ്റ്റിക് ആയിട്ടൊരു പോലീസുകാർ പോയാൽ അയാൾക്കും അടി കിട്ടും, തിരിച്ചടി കൊടുക്കും, അയാൾക്കും വേദനകളുണ്ടാകും, അയാൾ ആശുപത്രിയിൽ പോകും. അല്ലാണ്ട് അടിച്ച് തെറിപ്പിച്ച് നായക ഒരു കുഴപ്പമില്ലാണ്ട് മുണ്ട് പണക്കി കുത്തിയിട്ട് പോലീസുകാരനായാലും ടൈറ്റ് കോളറൊക്കെ വലിച്ചിട്ട് പോകണം, ആ സംഭവം ഒന്നല്ല. അതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് വർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ ഇത് സിനിമ ആദ്യം മുതൽ അവസാനം വരെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ജിത്തു അഷ്റഫ്, അതായത് ഡയറക്ടർ ജിത്തു അഷ്റഫ്, ആൾ നമ്മുടെ നായാട്ടിലുണ്ട്. പിന്നെ കുഞ്ചാക്കോബൻ്റെയും ബിജുവാനിൻ്റെ ഒക്കെ ഉയർന്ന ഓഫീസറായിട്ട് ഈ സിനിമയിലുണ്ട്. കുഞ്ചാക്കോബൻ CI, ആൾ DYSP എനിക്ക് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട് അവർ സിനിമയിൽ ആദ്യം അറിയാം. പിന്നെ ഷാഹി കബീർ റൈറ്റർ, ആൾ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമ ആളാണ് സംവിധാനം ചെയ്തേക്കുന്നത്. പിന്നെ ജോസഫും നായാട്ടും എഴുതിയേക്കുന്നത് ആളാണ്. അപ്പോൾ ആളുടെ റേഞ്ച് ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഓക്കെയാണ്. പിന്നെ DOP ചെയ്തേക്കുന്നത് റോബി വർഗീസ് രാജ്, അതൊരു നടനാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രണയവിലാസ് എന്ന സിനിമയിലാണ് നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് ഒന്നും കൂടി കയറി വരാൻ കാരണം കണ്ണൂർ സ്ക്വാഡ്. വളരെ സിമ്പിളായിട്ട് ചെയ്ത് ഹിറ്റടിച്ച പടമാണ് കണ്ണൂർ സ്ക്വാഡ്. എൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, വിട്ടു പറയുക, അതാണ് ഇതിൽ നോക്കി വരണം കേട്ടോ. പിന്നെ പ്രൊഡ്യൂസർ മാർട്ടിൻ പ്രക്കാട്ട്, അത് ആള് ഒരു റേഞ്ച് മനുഷ്യൻ തന്നെയാണ്. ആളുടെ പടത്തിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ട്രെയിലർ കട്ട്സ് ഭയങ്കരമായിട്ട് കയറി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നപ്പോൾ തന്നെ പടത്തിൻ്റെ ക്വാളിറ്റി അവരൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായില്ലേ. പിന്നെ നേരത്തെ പറഞ്ഞാൽ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ചമ്മഞ്ചാക്ക പെട്ട എന്ന് പറഞ്ഞിട്ട് അടിച്ചടിച്ച് പോവാണ് കട്ട്സ്. ഇതിലേറ്റവും എനിക്കിഷ്ടപ്പെട്ട ഫൈറ്റ് സീനും മോർച്ചറിൻ്റെ ഫൈറ്റ് സീൻ തന്നെയാണ്. പിന്നെ സൗണ്ട് മിക്സിങ് ചെയ്തേക്കുന്നത് വിഷ്ണു സുജാതൻ. പിന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്ന എൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല കേട്ടോ, ഞാനത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ദിലീപ് സുബ്ബരാജനും വിക്കി നന്ദഗോപാൽ മാരാറില്ല, വിക്കി നന്ദഗോപാൽ. ഇനി ആ ഇൻ്റർവെല്ലിൻ്റെ നേരത്തെ ഒരു സോങ് ഉണ്ട്, നല്ല രസമായിട്ട് പോയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കണ്ണൂസ് കൊടുത്ത പാട്ടൊക്കെ പോലെ. ഈ സിനിമയിലെ അതായത് കുഞ്ചാക്കോബൻ്റെ ഇൻട്രോന് മുന്നേ ഒരു പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. അതിലൊരു ഇതൊന്നും അത്ര എന്താ പറയുക സ്പോയിലറൊന്നുമല്ല, ജസ്റ്റ് ഒരു മാലമോഷണത്തിൽ തുടങ്ങി
പിന്നെ അടുത്തത് ഒരു മുക്കുപണ്ടത്തിൽ തുടങ്ങി, പിന്നെ അത് അതിങ്ങനെ പിടിച്ച് പോകുന്ന സാധനമാണ്. ഓരോ സോൾവ് ചെയ്ത് ആദ്യത്തെ 1 മണിക്കൂർ ഇൻ്റർവെല് അവർ പോണതേ അറിയില്ല, പെട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അടിച്ചു പോകട്ടോ. പിന്നെ ഈ പടത്തിന് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, ഈ കണ്ണൂർ സ്ക്വാഡ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ മമ്മൂട്ടി മെയിനായിട്ട് വരും. മമ്മൂട്ടിയുടെ ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. അതേപോലെയല്ല കുഞ്ചാക്കോ ബോബൻ്റെ ഫാമിലി ലൈഫ് അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആളത് സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ചില സാധനങ്ങൾ കാണുമ്പോൾ ആൾ ഫുള്ള് കയ്യിൽ നിന്ന് പോകുന്നതും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിജയ് പടത്തിൽ നമ്മുടെ എന്താ പറയുക, മിർസലിലെ വിജയുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, കൈ കുത്തിയിട്ട് പുഷപ്പ് ഇടുന്ന സീന്, അതേപോലത്തെ ഒരു ചെറിയൊരു സിമ്പിൾ പുഷപ്പ് സീനൊക്കെ കാണിക്കുന്നുണ്ടാണ്. ഫാമിലി ഇമോഷനൊക്കെ അത്യാവശ്യം കണക്ട് ചെയ്ത് പോയ പടമാണ്. പിന്നെ പ്രിയാമണി ഒരു ഫസ്റ്റ് ഹാഫിൽ അധികം റോളില്ല, പിന്നെ സെക്കൻഡ് ഹാഫിൽ അത്യാവശ്യം റോളുണ്ട്. വൈഫായിട്ടാണ് വന്നേക്കുന്നത് കുഞ്ചാക്കോൻ്റെ. പിന്നെ ജഗദീഷ് ഇപ്പോൾ സ്ഥിരം ചെയ്യണം അതേ പാറ്റേണിലുള്ള ക്യാരക്ടർ റോൾ ചെയ്ത് പോയിട്ട് ഒന്നും കുഴപ്പമില്ല. പിന്നെ ക്ലൈമാക്സ് ആയിട്ടിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ചുകൂടി ഉണ്ട് പറയാം, അത് കിടലിലാണ്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള റംസാൻ ഉണ്ടല്ലോ, നമ്മുടെ സിനിമയിൽ വേറെ ഉണ്ടോയെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാം റംസാൻ നല്ല റോൾ ചെയ്യുന്നുണ്ട്. ഒരു 6 പേര് ഉള്ള ഗ്യാങ്ങിലാണ്. അതൊക്കെ ആദ്യം ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് ട്രെയിലറിലൊക്കെ മനസ്സിലാവും. ഡ്രഗ്സിൻ്റെ നല്ല ഈ സിനിമയിൽ കാണിക്കുമ്പോൾ ഡ്രഗ്സും മദ്യത്തിനൊന്നും ഒരു പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയേണ്ടതിലും ഡ്രഗ്സിൻ്റെ ഉപയോഗം നല്ല രീതിയിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഫ്ലെക്സിൽ ഇവിടെ കണ്ടിട്ടുണ്ട് 16+ എഴുതിയിട്ട് കണ്ടു. മോൾക്ക് പനി കാരണം മോളനെ കൊണ്ടുപോയിട്ടില്ല, എന്നാലും അവിടെ 16+ എഴുതിയിട്ട് കണ്ടു കേട്ടോ. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ സീനാണൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം. സ്ക്രിപ്റ്റ് അതാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഫലം. അതായത് ഒരു പോയിന്റ് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കൺഫ്യൂഷൻ. നമ്മൾ ഈ സിനിമ ഉണ്ടാകും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ നമ്മൾ അന്വേഷിക്കണ്ടല്ലോ, നമ്മളൊരു അന്വേഷണം കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ആ സാധനമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോഴാണ് ഇതായിരുന്നില്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തല്ലേ എന്നുള്ളത് നമ്മൾ വിചാരിക്കാത്തൊരു സാധനത്തേക്ക് എത്തും. പക്ഷെ എല്ലാവരും പറഞ്ഞാൽ ക്ലൈമാക്സ് പ്രഡിക്റ്റബിളൊക്കെയാണ്. പക്ഷെ ആ പ്രഡിക്റ്റബിളും ആ ഫൈറ്റ് കൊണ്ടും പിന്നെ ഇപ്പോൾ വില്ലന്മാരൊക്കെ അങ്ങനെ ആക്ഷൻ കൊണ്ടൊക്കെ ആണ് സാധനം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഭയങ്കര റഫ് ആൻഡ് ടഫ് പോലീസുകാർ. അതായത് എൻ്റെ പേര് ഞാൻ പറയുന്നത് തെറ്റാണ് എനിക്കറിയില്ല, സ്കൂൾ ബസ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഒരു പടം റോഷൻ ആൻഡ്രൂസിൻ്റെ തോന്നുന്നു കുഞ്ചാക്കോ അതിൽ പോലീസായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എപ്പോഴും കിടന്ന് കാണുന്ന ഒരു സീനുണ്ട്. ഇൻസ്റ്റയിൽ നന്ദു ഒരു സീനിൽ പോലീസുകാരനായിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷക്കാരുടെ സീനിൽ കുഞ്ചാക്കോബൻ ലീഡ് ചെയ്ത റോള് നന്ദു കയറി അടിപൊളിയാക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു പോലീസുകാരനെയൊക്കെ ചെയ്തിട്ട് ആൾ ഈ പടത്തേക്ക് വന്നപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ പട്ടയെന്ന് പറഞ്ഞിട്ട് ഇതിന് പോലീസുകാർ എന്താ പറയുക, ചെറിയ മൈന്യൂട്ട് പോയിന്റ്. നമ്മളിപ്പോൾ ഒരു കേസ് അന്വേഷണം നമ്മൾ കുഞ്ചാക്കോവിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ആളൊരാളെ നോക്കുമ്പോൾ നമുക്കറിയാം ആൾ പറയുന്നത് നോണയെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുകയാണ്. ആ രീതിയിൽ ക്യാമറ BGM ഓരോന്ന് പറഞ്ഞ സാധനമൊക്കെ നല്ല തിയേറ്റർ കേട്ടോ, മസ്റ്റ് വാച്ച് നല്ല തിയേറ്റർ. ഞാൻ എന്നും പറയാറുണ്ട്, ഇപ്പോഴും അതന്നെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് വയലത്തൂർ തിയേറ്ററിൽ സ്ക്രീൻ 1 കണ്ടത്. അടിപൊളി സാധനമല്ലേ, സൗണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോണത് ടക്ക് 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 എന്നൊക്കെ. പിന്നെ കുഞ്ചാക്കോബൻ്റെയും മോളായിട്ട് അഭിനയിച്ച് 2 കുട്ടികൾ നന്നായി ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടികൾ ഇതൊക്കെ നല്ല ഇമോഷണലി കണക്റ്റ് ആയിട്ടാണ്. പിന്നെ ലാസ്റ്റ് ഫൈറ്റ് സീനിന് അച്ഛൻ മോളുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഫൈറ്റ് സീനും കാര്യങ്ങളൊക്കെ കിട്ടുക അടി കിട്ടണ സാധനമല്ലോ. ആ സാധനം ഒന്ന് ഇവിടെ കൊള്ളുമ്പോൾ നമുക്കത് ഇവിടെ ദൈവം കൊണ്ടുപോകുമെന്ന് നമുക്കറിയാം. അല്ലാണ്ട് അവിടുന്ന് അടിക്കുമ്പോൾ അപ്പുറത്തൂടെ പറന്ന് പോകണ ഇപ്പോൾ എൻ്റെ രാംചാറിൻ്റെ പുതിയ പടത്തിൽ ഇങ്ങനെ വിരലുമ്പോൾ തോണ്ടിയിട്ട് വിടുന്ന സാധനമില്ലേ, അതേപോലത്തെ ചവറൊന്നുമില്ല, നല്ല റിയലിസ്റ്റിക്. പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിംസും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ചെയ്യുന്ന ഉണ്ണിലാലു ഒരു ത്രൂ ഔട്ട് സിമ്പിൾ ക്യാരക്ടർ, മീശയില്ലാത്ത പോലീസുകാരൻ, യൂണിഫോം ഇല്ലാണ്ട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ മുത്തുമണി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു ചെറിയ സീന്, ചോക്ലേറ്റ് ഹീറോ അല്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചെറിയ സീനൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് കുത്തി കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ 2ാം ഭാഗത്തിൻ്റെ, അതിന് ക്ലൂ ഒന്നും കൊടുത്തില്ല, പക്ഷേ സീക്വലൊക്കെ ഇറക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ. അതായത് നമ്മൾ മറ്റേ ആസിഫ് അലിയുടെ ഒരു പടം ഉണ്ടായിരുന്നു ജിത്തു ജോസഫിൻ്റെ, ആ ക്യാരക്ടർ അവിടെ ഉണ്ട്. ഇവർക്ക് 2ാം ഭാഗം അങ്ങനെ ചെയ്യാന്നുള്ള രീതി തോണ്ടിയിട്ടില്ല. പിന്നെ ഇതിൽ ഒരു സീനുണ്ട്, CIക്ക് ഗണ്ണില്ലേ എന്നുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ട്. ഞാൻ ഈ സംഭവത്തെ കുറിച്ചൊരു സിമ്പിളായിട്ട് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന കാര്യം, ധ്രുവത്തിൽ ചോദിക്കുന്നുണ്ട് മറ്റേ സുരേഷ് ഗോപിയോട്, മമ്മൂട്ടിക്ക് ഗണ്ണില്ലേന്ന്. ഒരു ഡേഞ്ചർ ഓഫീസറായ കാരണം എനിക്ക് ഗണ്ണ് തന്നിട്ടില്ല എന്ന് പറഞ്ഞേക്കാം. ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അതിലും ഡേഞ്ചർ ഓഫീസറായാലും അഞ്ചെത്താവും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പടം കാണുക, റിവ്യൂസ് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക. ബായ്. അപ്പോൾ ഓഫീസർ പടം മിസ്സാക്കരുത്, അടിപൊളി പട്ടയെന്ന് പറഞ്ഞിട്ട് അടിച്ചു പോണ പടം. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങൾ പറയാം. ബായ്.